അങ്ങനെ ബിഗ് ബോസിൽ വന്ന് ഫസ്റ്റ് ക്യാപ്റ്റനായിട്ട് അർജുൻ ഇങ്ങനെ സെക്കൻഡ് വീക്കിൽ കയറി പുതിയ ക്യാപ്റ്റനായി. അപ്പോൾ അങ്ങനെ കളിച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സീസണിലാണ്, കഴിഞ്ഞ സീസണിൽ എനിക്ക് ഓർമ്മയില്ല, ഈ സീസണിൽ ഇപ്പോൾ നിലവിൽ നോക്കുമ്പോഴേക്കും മറ്റേ ഗെയിംസൊക്കെ പരിചയപ്പെടുത്തുമല്ലോ, മറ്റേ നോക്കി വായിക്കുന്ന സംഭവം. അപ്പോൾ അത് വായിക്കണതിൽ അർജുൻ ഇപ്പോൾ കുറച്ച് നല്ല പ്രസൻറ്റീവായിട്ട് കുറച്ച് ഫണ്ണി ആയിട്ടൊക്കെയാണ് അത് പ്രസൻറ്റ് ചെയ്യണത്. അത് നമുക്ക് കണ്ടുനോക്കാം. രാത്രി 8:40. ഓക്കെ, വായിക്കാൻ പോണ്. വീടുകൾ ഒന്ന് പുറത്തിറങ്ങി നോക്കിയാൽ ചുറ്റിലും പലതരം വീടുകൾ. കോൺക്രീറ്റ് വീട്, ഓടിട്ട വീട്, മണ്ണോടുള്ള വീട്, എന്തെല്ലാം വിധത്തിലെ വീടുകൾ. നിങ്ങൾക്കും ഇതുപോലെ 4 സ്റ്റൈൽ വീട് പണിയാൻ മോഹമില്ലേ? പണിയാലോ. 1 അല്ല 4 വീടുകൾ ഇന്നിവിടെ പണിയാൻ പോവുകയാണ്. ഓരോ ടീമിനും ഓരോ വീട്. പക്ഷെ വീട് പണിയേണ്ടത് എന്തുകൊണ്ടായിരിക്കും? അല്ല, കപ്പുകൾ കൊണ്ടാണ്. മറ്റുള്ളവരുടെ വീട് പണി തടസ്സപ്പെടുത്താൻ ഓരോ ടീമിനും പന്തുകൾ നൽകും. ഏത് ടീമിന്റെ വീടുകൾ ചറപറാന്ന് എറിഞ്ഞിടാം. ഓക്കെ, എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് സ്വപ്ന ഭവനം കെട്ടിയെടുക്കുന്ന ടീമാണ് ഈ മത്സരത്തിലെ വിജയികൾ. ഓക്കെ, നിയമങ്ങൾ. ഫസ്റ്റ് നിയമം, ഗാർഡൻ ഏരിയയിൽ 4 ടേബിളുകൾ കാണും. അതിന് മുകളിൽ കപ്പുകൾ പന്തുകളും കാണും. ഓക്കെ, സെക്കൻഡ്, ഓരോ ടീമിനും അവരവരുടെ ടേബിളിന് നേരെ നിൽക്കുക. ബസർ അടിക്കുമ്പോൾ തന്നിരിക്കുന്ന കപ്പുകൾ കൊണ്ട് പിരമിഡ് മാതൃകയിൽ വീട് നിർമ്മിക്കണം. പിരമിഡ് മാതൃകയിൽ വീട് നിർമ്മിക്കണം. അതിന്റെ കൂടെ തന്നിരിക്കുന്ന പന്ത് ഉപയോഗിച്ച് മറ്റുള്ള ടീമുകൾ നിർമ്മിച്ച എറിഞ്ഞിടുക. അവസാന ബസർ അടിക്കുമ്പോൾ ഏത് ടീമിന്റെ വീടിനാണ് ഉയരം കൂടുതൽ അവർ വിജയിക്കും. ശ്രദ്ധിക്കുക, വീടിന്റെ താഴത്തെ നിരയിൽ ബേസിൽ 8 കപ്പുകൾ നിർബന്ധമായും വേണം. ഓക്കെ, എല്ലാ ടീമിനും ഒരേ സമയം മത്സരത്തിൽ പങ്കെടുക്കണം. ഏറ്റവും ഡിസ്റ്റന്റ് എന്ന് വെച്ചാൽ ഇതിന്റെ വിധികർത്താവ് ക്യാപ്റ്റനായിരിക്കും. അതാണ് ഏറ്റവും ഡിസ്റ്റന്റ്. ഗുഡ് ലക്ക് ബിഗ് ബോസ്. എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ റെഡിയാണോ? എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് ബിഗ് ബോസ് ചരിത്രത്തിലെ എക്കാലത്തെയും ക്ലാസിക് ഗെയിമാണ്. അത് വളരെ മികച്ചതായും രസകരമായും ചെയ്യുക. രാത്രി അപ്പോൾ അർജുൻ്റെ പ്രസൻറ്റേഷൻ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കളിച്ച് തുടങ്ങുമായിരിക്കണം. പല രീതിയിൽ വെറൈറ്റി കാര്യങ്ങളൊക്കെ കാണാമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ ഈ അടുത്ത് തന്നെ നോക്കുമ്പോഴത്തേക്കും അർജുനൊരു ഗ്രൂപ്പ് ഓഫ് ഫാൻസും പേജുകളും, പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ ഒരു ഫാൻ പേജുകൾ, കുറേയധികം ഒരു ഫാൻ ഗ്രൂപ്പുകൾ തന്നെ അർജുന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടറിയാം എന്തൊക്കെയാവുമെന്നൊക്കെ.